ഇന്ന് നമുക്ക് ആവോലി മീനാണ് കിട്ടിയത്. അത് വൃത്തിയാക്കിയെടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് തിരുമ്മി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, 2 സവാളയും 2 തക്കാളിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും സവാളയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിവിടെ ഇരുന്ന് വാടട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള നമ്മുടെ ആവോലി ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് 2 പുറം ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ തക്കാളി സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ ആണ് ചേർക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുടംപുളി തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് വാളംപുളി പിഴിഞ്ഞ് ചേർത്താലും മതി. ഇനി നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് പെറുക്കി നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഈ പുളിവെള്ളവും ഒക്കെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വറുത്ത മീനേക്കാളൊക്കെ ടേസ്റ്റാട്ടോ ഈ പുളിയും മുളകൊക്കെ ആ മീനിലങ്ങ് പിടിച്ച് കഴിയുമ്പോൾ. അങ്ങനെ നമ്മുടെ അടിപൊളി ആവോലി റെഡി ആയിട്ടുണ്ട്.